വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നിവർന്നു നിൽക്കാം എന്നാണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് പേരിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും അല്ലേ. അസ്ഥികളെക്കുറിച്ചും സന്ധികളെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. നമുക്കറിയാം PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനും അഡ്വാൻസ്ഡ് ആയിട്ട് 9ാം ക്ലാസ്സിലെ CRTയിൽ പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും സിലബസ് ബേസ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങൾ ഉള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാകുമല്ലോ. അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളതെന്ന് നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കി. ഇവിടെ നമുക്ക് ഓരോരോ മീനുകളും വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ മത്സ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആകൃതിയിൽ വ്യത്യാസമുണ്ട്, വലിപ്പത്തിൽ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെന്താ, നിറത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. നിറത്തിലും വ്യത്യാസമുണ്ട്. ഇനി ഒരു മത്സ്യം നിർമ്മിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് നിർമ്മിച്ച് നോക്കി നോക്കൂ കേട്ടോ. വെറുതെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം. ഈർക്കിളി കൊണ്ട് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് തുണിയിൽ നിർമ്മിച്ച മത്സ്യമുണ്ട്. തുണി കൊണ്ട് നിർമ്മിക്കാനായിട്ട് പറ്റും. തുണിയും ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ചുള്ള മത്സ്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടായിരിക്കും ഏതായിരിക്കും? തുണിയും ഈർക്കിലും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. രണ്ട് നിർമ്മാണത്തിലും നിങ്ങൾ തുണി കഷ്ണങ്ങൾ ഉപയോഗിച്ചല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടാമതുണ്ടാക്കിയ മത്സ്യം മാത്രം നേരുന്നത്? ഈർക്കിൽ ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈർക്കിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ എന്താണ് സംഭവിക്കുക? രൂപം ലഭിക്കും അല്ലേ. രൂപം ലഭിക്കും. അതുപോലെ തന്നെ നിവർന്ന് നിൽക്കാൻ പറ്റും അല്ലേ. നിവർന്ന് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഉറപ്പ് നൽകും അല്ലേ. അപ്പോൾ ജസ്റ്റ് തുണി കഷ്ണം കൊണ്ട് ഉണ്ടാക്കുന്നതും തുണി കഷ്ണത്തിനിടയിൽ ഈർക്കിളി വളച്ചൊടിച്ചിട്ട് കറക്റ്റ് ഷേപ്പിലാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടാമത്തെ ഇതിന്, അതായത് തുണി ഈർക്കിളിയും ഉപയോഗിച്ചപ്പോൾ എന്താണ് മേന്മ ഉണ്ടായതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് രൂപം ലഭിക്കുന്നുണ്ട്, നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇനി മത്സ്യത്തിനുള്ളിൽ യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ മീൻമുള്ള് കണ്ടിട്ടില്ലേ? ഇതിന് നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ ഈർക്കിൽ കെട്ടിയതുപോലുള്ള ഭാഗവുമായി സാമ്യം കാണുന്നില്ലേ? മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗമുള്ളത്? നോക്കിയോക്കെ, കുട്ടി പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ? നോക്കി, ഈ ചിക്കന് എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവനും കഴിക്കാമായിരുന്നു. അപ്പോൾ എന്താണ്, ചിക്കനും ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അതായത് കോഴിക്കുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങളുണ്ടോ? നോക്കിയേ, ചിത്രങ്ങൾ നോക്കിയോക്കെ. മറ്റു ജീവികൾക്കും ഇതുപോലെയുള്ള ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായില്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത്, അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അസ്ഥികൂടം എന്ന് വെച്ചാൽ? സ്കെൽട്ടൺ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. അസ്ഥികൂടം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളാണിവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥികൂടമാണ് തിരിച്ചറിയാൻ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് വവ്വാലിനെയാണ് അല്ലേ. വവ്വാലാണല്ലേ ആദ്യത്തെ പിക്ചറിൽ ഉള്ളത്. ആരുടെ അസ്ഥിയായിരിക്കും? വവ്വാലിൻ്റേതായിരിക്കും. നെക്സ്റ്റ് ആണെങ്കിലോ പശുവിൻ്റെ പശുവിൻ്റെയാണ്, പശുവിൻ്റേതാണല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? മുതലയുടെ ആണല്ലേ. മുതലയുടെ അസ്ഥിയാണ് തന്നിരിക്കുന്നത്. അസ്ഥികൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ തിരിച്ചറിഞ്ഞത്? എങ്ങനെയാണ്? ആകൃതി നോക്കിയിട്ടാണ് അല്ലേ. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥികൂടമുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? അസ്ഥികൾക്ക് ഭാരമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക? നോക്കാം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലമാണ്. അതായത് നമ്മൾ മൃഗങ്ങളെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അസ്ഥികൾക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് അല്ലേ, ഭാരം കൂടുതലാണ്. പക്ഷേ പക്ഷികൾക്ക് അനായാസമായിട്ട് പറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പക്ഷികൾക്ക് എന്താണ് എളുപ്പത്തിൽ പറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പറക്കാനായിട്ട് സാധിക്കുന്നതിന് കാരണം എന്താണ്, ഇവരുടെ അസ്ഥികൾക്കുള്ളിൽ, അതായത് പക്ഷികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അവരുടെ അസ്ഥികൾക്കുള്ളിൽ എന്തുണ്ട്, വായു അറകളുണ്ട്. ഈ വായു അറകളുള്ള കാരണം ഭാരം കുറവായിട്ടായിരിക്കും തോന്നാം. ഓക്കെ, അസ്ഥി ഗുണത്തിന് ഭാരം കുറവായിരിക്കും, അതിനാലാണ് പക്ഷികൾക്ക് പറക്കാനായിട്ട് പറ്റുന്നത്. ചിത്രത്തിൽ കാണുന്ന പക്ഷി അറിയാമോ, ഇതാരാണ്, പെൻഗ്വിനാണ് അല്ലേ. പെൻഗ്വിന് പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും ചില പക്ഷികൾക്ക് പറക്കാനായിട്ട് കഴിയാത്തത്? പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗ്വിന് എന്താണ് പറക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും? വലിയ ശരീരം, ഭാരമേറിയ എല്ലുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ചിറകുകളായിരിക്കും. എന്നീ കാരണങ്ങൾ കൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാനായിട്ട് സാധിക്കാത്തത്. വലിയ ശരീരമായിരിക്കാം, ഭാരമേറിയ എല്ലുകളായിരിക്കാം, ചെറിയ ചിറകുകൾ എന്നിവയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാനായിട്ട് കഴിയാത്തത്. ഇനി അസ്ഥി നമ്മുടെ ഉള്ളിലും, ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലേ പറക്കാൻ കഴിയാത്ത പക്ഷികൾ. പെൻഗ്വിനുണ്ട്, പിന്നെ ഏതാണ് അറിയുന്നത്, ഒട്ടക പക്ഷിയിലെ. ഒട്ടക പക്ഷിക്ക് പറക്കാനായിട്ട് സാധിക്കില്ല, ഒട്ടക പക്ഷി. പിന്നെ എമു, കിവി എന്നിവയ്ക്കൊക്കെ എന്താണ് പറക്കാൻ കഴിയാത്ത പക്ഷികളാണ്. കാസവരി എന്ന് പറയുന്ന ഒരു പക്ഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അസ്ഥി നമ്മുടെ ഉള്ളിലും, നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കൂ. എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? അല്ല അല്ലേ. നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നീളം കുറഞ്ഞ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങളോ നമുക്ക് നോക്കാം. മനുഷ്യാസ്ഥികൂടം, തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈക്കാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. അപ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൽ എന്തൊക്കെയുണ്ട്? തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈക്കാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തലയോടിനെ കുറിച്ച് നോക്കിയാലോ. തലയോട്. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടില്ലേ? നോക്കിയേ, ഈ തലയോട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. അപ്പോൾ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിക്കാലോ. 22 അസ്ഥികളാണ് തലയോടിലുള്ളത്. ഇവയിൽ ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. 22 അസ്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അത് ഏതായിരിക്കും? ഭക്ഷണം ചവക്കുമ്പോൾ നമ്മൾ ചലിക്കുന്ന ഒരു അസ്ഥി ഉണ്ടല്ലോ, ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഉള്ള അസ്ഥിയാണ് നമുക്ക് നമ്മുടെ തലയോട്ടിൽ കൂടി ചലിക്കാൻ പറ്റുന്ന അസ്ഥി എന്ന് പറയുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് ആരാണ്? തലയോടാണ്. മസ്തിഷ്കത്തിനെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ തലയോട്. മനുഷ്യാസ്ഥികൂടം നമുക്ക് തന്നിട്ടുണ്ട്. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും എന്നറിയാമല്ലോ. എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് തലയോടിൻ്റെ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ഹെൽമറ്റ് ജീവൻ്റെ കവചം. പത്രവാർത്ത ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം, വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. നിങ്ങൾ സ്കൂട്ടറിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കാറില്ലേ? ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടായിരിക്കും ഹെൽമറ്റ് വയ്ക്കണമെന്ന് പറയുന്നത്? അപകടങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണ്? ഹെൽമെറ്റാണ് അല്ലേ. അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും സംരക്ഷിക്കും എന്ന് പറയുന്നത് അല്ലേ. ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇത് ഗുരുതരമായ പരിക്കുകളോ മരണമോ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. ഗുരുതരമായ പരിക്കുകളും മരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഹെൽമെറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നട്ടെല്ലാണ്. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ച് നട്ടെല്ലിൻ്റെ സ്ഥാനം കണ്ടെത്തോ. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികൾ എന്ന് പറയുന്നു കശേരുക്കൾ എന്ന് പറയുന്നു. നട്ടെല്ലിലെ അസ്ഥികളെ എന്നറിയപ്പെടുന്നു കശേരുക്കൾ എന്നറിയപ്പെടുന്നു.
33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. അപ്പം നട്ടെല്ലിൽ എത്ര കശേരുക്കളുണ്ട്? 33 കശേരുക്കളാണുള്ളത്. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമാണ് സുഷുമ്നാ നാഡി. ഈ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നട്ടെല്ല് തന്നെയാണ്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അപ്പോൾ നട്ടെല്ല് എന്ന് പറയുന്നത് 33 കശേരുക്കൾ ചേർന്നതാണ്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്നതാണ് കശേരുക്കൾ എന്നാണ്. ഈ നട്ടെല്ലിൻ്റെ ഈ നാഡീവ്യൂഹത്തിലെ പ്രധാന ഭാഗമാണ് ഈ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് അല്ലേ. ഈ സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നതും ആര് തന്നെയാണ്? നട്ടെല്ല് തന്നെയാണ്. ഈ ശരീരം നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന ഒരു അസ്ഥിയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലിന് ക്ഷതമേറ്റാൽ നടക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. നെക്സ്റ്റ് വാരിയെല്ല്. വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ച് മനസ്സിലാക്കൂ. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുണ്ട്? 12 ജോഡി വാരിയെല്ലാണുള്ളത്. നട്ടിൽ എത്ര എണ്ണം? 33 അല്ലേ. കപാലം, തലയോട് എത്രയായിരുന്നു? തലയോട് എത്രയായിരുന്നു? 22 ആയിരുന്നു തലയോടിൽ 22 അസ്ഥികളുണ്ട്. നട്ടിലിൽ 33 അസ്ഥികളുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? വാരിയല്ലേ. വാരിയിൽ 12 ജോഡി വാരിയലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. അപ്പോൾ വാരിയെല്ലുകൾ എന്തിനൊക്കെയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്? ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വാരിയെല്ല് 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകളുടെ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ചേർന്നാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് വാരിയെല്ലുകൾ കേട്ടോ. നോക്കിക്കേ, വാരിയെല്ലുകൾ, പിന്നിൽ നട്ടെല്ല്, ഈ വാരിയലിൻ്റെ പിന്നിൽ എന്താണ്? നട്ടെല്ലാണ്. ഫ്രണ്ടിൽ മാറലാണ് അല്ലേ. ഇവയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി തലയോട്, നട്ടെല്ല്, വാരിയൽ എന്നിവയെക്കുറിച്ച് ചില കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം. തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 22 അസ്ഥികൾ കാണപ്പെടുന്നു. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതായിരുന്നു? കീഴ്ത്താടിയിലാണ് അല്ലേ. കീഴ്ത്താടിയെല്ല് കേട്ടോ. കീഴ്ത്താടിയെല്ല് അറിയുന്നതല്ലേ. കീഴ്ത്താടിയെല്ലാണ് നമുക്ക് ചവച്ചരയ്ക്കാനൊക്കെ സഹായിക്കുന്നതല്ലേ. കീഴ്ത്താടിയെല്ലാണ്. നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കൾ ചേർന്നാണ്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതായിരുന്നു? സുഷുമ്നാ നാഡിയുടേത് നട്ടെല്ലായിരുന്നു അല്ലേ. നട്ടെല്ലാണ് സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം. നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? നട്ടെല്ല് സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നു, ശരീരത്തിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. ഹൃദയം, ശ്വാസകോശം എന്നിവ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ലാണ് അല്ലേ. വാരിയെല്ലാണ്. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറുണ്ട് അല്ലേ. തലച്ചോറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ണ്, മൂക്ക്, തലച്ചോറ്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നിവയെല്ലാം എന്താണ്? തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങളാണ്. ഇനി കൈകാലുകളിലെ അസ്ഥികൾ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യൻ്റെ കൈയിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കൂ. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. അപ്പോൾ മനുഷ്യരിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യൻ്റെ കൈയിലും കാലിലായിട്ട് 32 അസ്ഥികളാണുള്ളത്. ഓരോ കൈയിലും 32 അസ്ഥികളാണുള്ളത്. രണ്ട് കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. എന്തുകൊണ്ടായിരിക്കാം? മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥിയുണ്ട്. ഒരു കാലിൽ എത്ര അസ്ഥിയുണ്ട്? 31 അസ്ഥിയാണുള്ളത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് തുടയെല്ലാണ്. തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. കൈകാലുകളിലെ അസ്ഥികളെ അപേക്ഷിച്ച്
കാലിലെ അസ്ഥികൾ കൂടുതൽ ബലം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കൂടുതൽ ബലമുണ്ട്. എന്ത് കാരണമായിരിക്കും? നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്ന ആരാണ്? കാലാണ്. അപ്പോൾ നമ്മുടെ കാലുകളിലെ അസ്ഥികൾ നമ്മുടെ കൈകളിലെ അസ്ഥികളെക്കാളും ശക്തമാണ്. നമ്മുടെ കാലുകളെക്കാളും ചലനാത്മകത കൈകൾക്കുണ്ടോ? കൈകളും കാലുകളും ചലിപ്പിച്ച് നോക്കിയേ. ജനനസമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികളാണുള്ളത്. ജനനസമയത്ത് 300 അസ്ഥികളുണ്ട്. എന്നാൽ പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 ആയി കുറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ജനനസമയത്ത് 300 അസ്ഥികളുണ്ടെന്നുണ്ടെങ്കിലും 206 മാറി വരാണ് അല്ലേ? എപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ 206 അസ്ഥിയായിട്ട് കുറഞ്ഞു വരാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. നോക്കാം. നട്ടെല്ല് അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 33 ശരീരഭാഗം നട്ടെല്ല് അല്ലേ? ഇനി രണ്ട് കൈയിലും കൂടിയിട്ട് എത്ര ഉണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു ഓരോ കൈയിലും 32 പറഞ്ഞു. അപ്പോൾ രണ്ട് കൈയിലും എത്രയാവും? 64 ഉണ്ടാവും അല്ലേ? 64. രണ്ട് കാലോ നമ്മൾ പറഞ്ഞു ഒരു കാല് 31. അപ്പോൾ എത്രയാവും? രണ്ട് കാലും 62 അല്ലേ? 30 തോന്നുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ പുതിയ SCERT പ്രകാരം 32 കയ്യിൽ തന്നിരിക്കുന്നത്. കാല് 31. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി മാറലിൽ ഒരു അസ്ഥിയാണ്. വാരിയെല്ല് 24, തലയോട്ടി 22. അങ്ങനെ ആകെ 206 അസ്ഥികളാണുള്ളത്. അപ്പോൾ നട്ടലിൽ എത്ര അസ്ഥികളുണ്ട്? 33 അസ്ഥികളാണുള്ളത്. രണ്ട് കയ്യിൽ എത്രയാണ് പറഞ്ഞത്? 64 പറഞ്ഞത്. രണ്ട് കാലിലും 32 രണ്ട് കാലും കൂടിയിട്ട് ഒരു കയ്യിൽ 31. അപ്പോൾ രണ്ട് കാലും കൂടിയിട്ട് 62 62. മാറിൽ 1, വാരിയിൽ 24, തലയോട്ടി 22. ആകെ 206 അസ്ഥികളാണുള്ളത്. അസ്ഥികൂടത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയല്ലോ. അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപ്പാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട്. അസ്ഥികളുടെ ധർമ്മങ്ങൾ ക്രോഡീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നൽകുന്നത്? ബലം നൽകുന്നുണ്ട് അല്ലേ? ബലം നൽകുന്നു. പിന്നെ എന്താ? ചലനത്തിന് സഹായിക്കുന്നില്ലേ അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു. പിന്നെന്താണ്? സംരക്ഷിക്കുന്നു. ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നത് അസ്ഥികളാണ്. അതുപോലെ തന്നെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും അസ്ഥികളാണ്. അപ്പോൾ അസ്ഥികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരീരത്തിന് ആകൃതി നൽകുന്നു, ബലം നൽകുന്നു, ചലിക്കാൻ സഹായിക്കുന്നു, ആന്തരിക അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു, നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, തരുണാസ്ഥികൾ. നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? ഇവ പിടിച്ച് വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സാധിക്കുന്നത്? നോക്കാം. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. അപ്പോൾ തരുണാസ്ഥികൾ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നു, അതുപോലെ തന്നെ മറ്റ് ജന്തു ശരീരങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. തരുണാസ്ഥി ചോദിക്കാറുണ്ട്. ചെവി, മൂക്കാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പുതിയ SCERT ആയ കാരണം പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തരുണാസ്ഥികൾ എവിടെയാണ് കാണപ്പെടുന്നത്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇനി അസ്ഥിസന്ധികൾ. നമുക്ക് സന്ധികളിലേക്ക് കടക്കാം. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണിത് സാധ്യമാകുന്നത്? എങ്ങനെയാണ്? ഓക്കെ, ഇവിടെ നമുക്ക് ചിത്രം 1, 2 നൽകിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മനുഷ്യൻ്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? മനുഷ്യനിലെ കൈപ്പത്തിയുടെ അസ്ഥിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇവിടെ ജോയിൻസ് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും?
നമുക്ക് വളയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കറക്റ്റ് എന്താ പറയുക, ഒരു ബലം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് പറയുക, ചലിപ്പിക്കാൻ നല്ല പ്രയാസമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് അസ്ഥിസന്ധി എന്ന് വെച്ചെന്താണ്? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ആ ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥിസന്ധി എന്ന് വെച്ചെന്താണ്? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥികളുണ്ട്, അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. അപ്പോൾ അസ്ഥിസന്ധി എന്ന് വെച്ചെന്താണ്? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ആ ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. ഈ അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയുമുണ്ട്, കഴിയാത്തവയുമുണ്ട്. ഇനി നമുക്ക് വിജാഗിരി സന്ധി നോക്കാം. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളെയാണ് വിജാഗിരി സന്ധികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിജാഗിരി സന്ധി? കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ തന്നെ കൈമുട്ട്, കാൽമുട്ടിയിലും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമാണ് ചലിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? ഒരു വശത്തേക്ക് മാത്രമാണ് ചലിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ വിജാഗിരി സന്ധിക്ക് എക്സാമ്പിൾ എന്താണ്? വിജാഗിരി സന്ധിക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൈമുട്ടും കാൽമുട്ടാണ് അല്ലേ? വിജാഗിരി സന്ധി കൈമുട്ടിലും കാൽമുട്ടിലാണ് കാണപ്പെടുന്നത്. കൈക്കാൽമുട്ടിലാണ് കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നിട്ട് വിജാഗിരി സന്ധി പോലെ ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ തോളെല്ലിൻ്റെ ചലനം? തോളെല്ലിൻ്റെ ചലനം എന്താണ്? കൈകൾ ഇങ്ങനെ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ്? തോളെല്ലിൻ്റെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് അല്ലേ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം, ഒരു അസ്ഥിയുടെ അറ്റത്ത് നിന്നുണ്ടാവും ഒരു ഉരുണ്ട ഭാഗം, ബോൾ പോലെ ഉണ്ടാവും അല്ലേ? മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ, അതായത് സോക്കറ്റിൽ തിരിയുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാലാണ് ഇതിനെന്നറിയപ്പെടുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് അല്ലേ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്നറിയപ്പെടുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്നറിയപ്പെടുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് ഈ അസ്ഥിസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? തോള്, ഇടുപ്പ് അല്ലേ? തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ശരീരഭാഗം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഏതാണ്? തോളും ഇടുപ്പാണ് അല്ലേ? തോളും ഇടുപ്പുമാണ്. തോളും ഇടുപ്പാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അപ്പോൾ ഇത് വീണ്ടും നിർമ്മിക്കാൻ പറയുന്നുണ്ട്, നമുക്കത് ആവശ്യമില്ല. നെക്സ്റ്റ് പിവട്ട് സന്ധി. കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ച് നോക്കിയാൽ എന്താണ്? കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നു അല്ലേ? എത്രമാത്രം ഇത് തിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെയാണെന്ന് പറയുന്നത് ഇത്തരം അസ്ഥിസന്ധിയാണ് പിവട്ട് സന്ധി എന്നറിയപ്പെടുന്നത്. പിവട്ട് സന്ധി എന്ന് പറയുന്നത് അല്ലേ കഴുത്തിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ പിവട്ട് സന്ധിയുടെ ശരീരഭാഗം എവിടെയാണ്? കഴുത്താണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. നെക്സ്റ്റ് അസ്ഥിഭംഗം. ചിത്രം നോക്കൂ. ഒരു കുട്ടിയുടെ കൈയുടെ വലത് കൈ നോക്കിയാൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കുക? എന്തിനാണ് ഇങ്ങനെ കെട്ടിവെക്കേണ്ടി വരുന്നത് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ എക്സ്റേ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? ഇതിലാണ് നമുക്ക് കറക്റ്റായിട്ട് അസ്ഥിക്ക് ഒടിവോ എന്തെങ്കിലും ചതവുണ്ടോ എന്ന് നോക്കുന്നത് അല്ലേ? അപ്പോൾ അസ്ഥിഭംഗം എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും ആണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥിഭംഗം 3 തരത്തിലാണുള്ളത്. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാകുന്ന അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗത്തെയാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ലഘുഭംഗം എന്ന് വെച്ചാൽ അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് എന്ന് പറയുന്നത് ലഘുഭംഗം എന്ന് പറയുന്നത്. ഇനി അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗത്തെയാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. മാംസപേശി തുളച്ച് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക്
ഭയങ്കര വിഷമമാണ് അല്ലേ, അതിനെയാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവ് ഉണ്ടായിരിക്കും. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗത്തെയാണ് സങ്കീർണഭംഗം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കണം. അപ്പോൾ അസ്ഥിഭംഗം എന്ന് വെച്ചാൽ പൊട്ടൽ ഒടിവൊക്കെ ഉണ്ടാകുന്നതാണ്. അസ്ഥികൾക്ക് പൊട്ടൽ ഒടിവൊക്കെ ഉണ്ടാകുന്നതിനെയാണ് എന്ന് പറയുന്നത് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. 3 തരത്തിലാണുള്ളത്. ലഘുഭംഗം ഉണ്ട്, വിഷമഭംഗം ഉണ്ട്, അതുപോലെ സങ്കീർണഭംഗം ഉണ്ട് അല്ലേ. അപ്പോൾ ലഘുഭംഗം എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥിക്ക് പൊട്ടൽ ഒടിവ് ഉണ്ടാകുമ്പോൾ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കും. ഇതിനെയാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. അസ്ഥി പൊട്ടി മാംസപേശികൾ തുളച്ച് പുറത്തേക്ക് മുറിവുണ്ടാകുന്ന ഒരവസ്ഥയെയാണെന്ന് പറയുന്നത് വിഷമഭംഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നത്, അതായത് അസ്ഥികൾക്കുള്ളിൽ അല്ലെങ്കിൽ ആന്തരാവയവങ്ങൾക്കുള്ളിൽ അസ്ഥികൾക്ക് എന്തെങ്കിലും അസ്ഥി ഒടുകി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? സങ്കീർണഭംഗം എന്ന് പറയും. സങ്കീർണഭംഗം എന്ന് പറയുന്നത് ഒരു വിഷമഭംഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം പഠിച്ചല്ലോ. ഇനി എക്സ്റേ. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോൺജനാണ് എക്സ്റേ കണ്ടെത്തിയത്. 1895 മനുഷ്യൻ്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്ത റോൺജനാണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. അപ്പോൾ മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്ത ഇതിനെയാണെന്ന് പറയുന്നത് എക്സ്റേ എന്ന് പറയുന്നത്. മാംസപേശികളിലൂടെയാണ് കടന്നു പോകുന്നത്, എല്ലുകളിലൂടെ കടന്നു പോകുന്നില്ല. അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാകാം? പരിക്കേറ്റ ഭാഗത്ത് വേദന, പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം എന്നിവയൊക്കെ എന്താണ്? അസ്ഥിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പരിക്കേറ്റ ഭാഗത്ത് വേദന ഉണ്ടായിരിക്കാം, അനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, സമാന ഭാഗങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രഥമ ശുശ്രൂഷ നൽകണം. എന്താണ് പ്രഥമ ശുശ്രൂഷ നൽകണം നോക്കാം. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക? പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടാം. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലക കൊണ്ടാണ് സ്പ്ലിൻ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സ്പ്ലിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു താങ്ങുപലകയാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ, സ്പ്ലിൻ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു പലക കയറ്റി വെച്ചിട്ട് കെട്ടുന്നത് കണ്ടോ? അനക്കാനായിട്ട് അനക്കരുതെന്നാണ് പറയുന്നത്. കളിക്കുന്നതിനിടെ വീഴുന്ന കുട്ടി, കാലിൽ നല്ല വേദന, അസ്ഥിഭംഗ പരിശോധന, പ്രഥമ ശുശ്രൂഷ നൽകലും ആശുപത്രിയിൽ എത്തിക്കലും എന്ന് പറയുന്ന ഒരു ഇത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടിയ അസ്ഥിഭംഗം കമ്പിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ഇവിടെ പൊട്ടിയിട്ടുള്ളതിനെ കമ്പിട്ടിട്ട് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ. എന്തിനാണ് പൊട്ടൽ ഉള്ളിടത്ത് കമ്പിടുന്നത്? അസ്ഥിഭംഗം എന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്. അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും ഇത് സഹായകമാണ്. അസ്ഥികൾ ഇളകാതെ നിൽക്കാനും അതുപോലെ തന്നെ വേഗം കൂടിച്ചേരുന്നതിനാണ് ഇത് സഹായിക്കുന്നത്. ഇനി എന്താണ് മുട്ടുമാറ്റിവെക്കൽ? ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. ശരീരഭാരം കൂടുമ്പോഴും അതുപോലെ തന്നെ അസ്ഥികളിൽ കാൽസ്യം കുറയുമ്പോൾ ഒക്കെ എന്താണ്? തേയ്മാനം സംഭവിക്കാം. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. പ്രായം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ട് മാറ്റിവെക്കൽ. മുട്ട് മാറ്റിവെക്കൽ എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുക, പകരം എന്തുപയോഗിക്കുക? സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുക. അപ്പോൾ എന്തെങ്കിലും കാൽമുട്ടിന് പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അസ്ഥികൾ നീക്കിയിട്ട് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുക ചെയ്യുന്നതിനെയാണ് മുട്ട് മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അസ്ഥികളുടെ ആരോഗ്യത്തിന്, എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? എല്ല്, പല്ലിനും ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ അറിയോ? ഏതൊക്കെയാണ്? വൈറ്റമിൻ സിയും കാൽസ്യം അല്ലേ. വൈറ്റമിൻ സി അതുപോലെ തന്നെ കാൽസ്യം എന്നാണ് എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകഘടകങ്ങളാണ്. ഇനി പോഷകഘടകങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്?
ഏതൊക്കെയാണ്? മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം, അതുപോലെ തന്നെ കൂണ് എന്നിവയിലൊക്കെ എന്താണ് ഈ പോഷകഘടകങ്ങൾ, അതായത് വൈറ്റമിൻ സിയും കാൽസ്യം കൂടുതലായിട്ടുള്ളതാണ്. പാല്, മുട്ടയൊക്കെ തരുന്നത് എന്തിനാണ്? ഇതുപോലെ കാൽസ്യം ലഭിക്കുന്നതിനായിട്ടാണ് അല്ലേ? എല്ല്, പല്ല് എന്നിവയുടെയൊക്കെ വളർച്ചയ്ക്ക് എന്താ ആവശ്യമാണ്? ഈ മുട്ട ആവശ്യമാണ് അല്ലേ? പാലിലും എന്തുണ്ട്? ഈ വൈറ്റമിൻ സിയും കാൽസ്യം ഒക്കെ ഉണ്ട്. ഇനി ചെവിക്കുള്ളിലും അസ്ഥികൾ. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ ചെവി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു? സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നായിരുന്നു അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെവി, കണ്ണ്, മൂക്ക് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇനി പ്രതീക്ഷിക്കാവുന്നതാണോ. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളാണുള്ളത്. അതായത് നമ്മൾ ചെവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ട് അല്ലേ? ഇതിൽ മധ്യകർണത്തിലാണ് ഈ 3 അസ്ഥികൾ കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റെപ്പീസ്. മാലിയസ്, ഇംഗസ്, സ്റ്റെപ്പീസ് മധ്യകർണത്തിലുള്ള അസ്ഥികളാണ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. അതായത് നമുക്കൊരു ശബ്ദം കേൾക്കാണ്, ബാഹ്യകർണത്തിലെ കർണപടത്തിലേക്ക് എത്തി, അത് നമ്മൾ കർണനാളത്തിലൂടെ പോയിട്ട് എവിടേക്ക് എത്താണ്? ഈ അസ്ഥികളിലേക്ക് എത്താണ് അല്ലേ? അങ്ങനെ കമ്പനം ചെയ്തിട്ടാണ് ഓരോന്നോരോന്ന് കമ്പനം ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ഈ നാഡി വഴി എങ്ങോട്ടേക്ക് എത്തുന്നത്? മസ്തിഷ്കത്തിലെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശബ്ദം തിരിച്ചറിയുന്നത് അല്ലേ? ശബ്ദം കേൾക്കുന്നത് അല്ലേ? ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരികർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. റിപ്പീറ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റെപ്പീസ് ആണ്. ഏറ്റവും വലുത് ഏതാണ്? തുടയിലാണ്. ഏറ്റവും വലുത് തുടയിലും. ഏറ്റവും ചെറുത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പീസ് ആണ്. ഏറ്റവും വലുത് ഏതാണ്? തുടയിലുമാണ്. അപ്പോൾ അസ്ഥികൂടങ്ങൾ നമ്മൾ ഉള്ളിലുള്ളത് പഠിച്ചു അല്ലേ? നമുക്ക് പുറത്തുള്ള അസ്ഥികൂടങ്ങൾ പഠിച്ചാലോ? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ആന്തരാസ്ഥികൂടമുള്ള ജീവികളെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളുണ്ടോ? നോക്കിയേ. ഇത് നമുക്ക് കൊച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ? പിന്നെ ഏതൊക്കെയാണ്? ഫസ്റ്റ് പിക്ചറിൽ നോക്കിയേ, വണ്ടില്ലേ? വണ്ട്. ഇതോ ചെമ്മീൻ അല്ലേ? ചെമ്മീൻ. പിന്നെ ഇതാ പാറ്റ. പിന്നെ ഇത് പഴുതാര, ഞണ്ട് അല്ലേ? ഞണ്ട് എന്നിവയ്ക്കൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ഈ ജീവികൾക്കെല്ലാം എന്താണ്? ബാഹ്യാസ്ഥികൂടമാണുള്ളത്. വണ്ട്, ചെമ്മീൻ, പാറ്റ, പഴുതാര, ഞണ്ട്, ഒച്ച. പുറന്തോടുകൾ എങ്ങനെയാണ് ഈ ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും. ഒച്ചിൽ ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. ബാഹ്യാസ്ഥികൂടം എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. കട്ടി കുറഞ്ഞുകൊണ്ട് കട്ടി കൂടിയതുണ്ട് അല്ലേ? കട്ടി കൂടുതൽ ഏതിനൊക്കെയാണ്? വണ്ട്, ചിപ്പി, ഞണ്ട്, ഒച്ചിനൊക്കെ എന്താണ്? കട്ടി കൂടുതലാണ്. കട്ടി കുറവാണ് പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ചിന് എന്നിവയൊക്കെ അല്ലേ? പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇതിനെയാണെന്ന് പറയുന്നത് ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നത് അല്ലേ? പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്കൊക്കെ ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇതൊക്കെ എന്താണ്? ആന്തരാസ്ഥികൂടമാണ്. നോക്കിയേ, ആന്തരാസ്ഥികൂടമുള്ളത് ബാഹ്യാസ്ഥികൂടമുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ആന്തരാസ്ഥികൂടം മനുഷ്യന്, അതുപോലെ തന്നെ പശു, പൂച്ച, എലി, തവള, പക്ഷി, പാമ്പ്, മത്സ്യം എന്നിവയ്ക്കൊക്കെ എന്താണ്? ആന്തരാസ്ഥികൂടമാണ്. ബാഹ്യാസ്ഥികൂടം എന്താണ്? ഒച്ച്, വണ്ട്, ചെമ്മീൻ, പാറ്റ, പഴുതാര, മില്ലിപ്പീഡ്, ഞണ്ട്, ചിപ്പി എന്നിവയ്ക്കൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടമാണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ്. പഠിച്ചിരിക്കുക. ആമ, ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടമുണ്ട്. ആമ, മുതല, ചീങ്കണ്ണി. എന്നിവയ്ക്ക് എന്താണ്? ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉണ്ട്. ഇനി ബാഹ്യാസ്ഥികൂടം. നട്ടിലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണുള്ളത്. നട്ടിലില്ലാത്ത ജീവികൾക്ക് എന്താണ്? ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? പ്രാണികളാണ്. ഓക്കെ, ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ച് കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം എന്നൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടമാണ്. മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളെ തൂവല്, ജന്തുക്കളെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ബാഹ്യാസ്ഥികൂടം ഉണ്ട് അല്ലേ എല്ലാവർക്കും?
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം, കിട്ടണമെന്നുണ്ടോ നോക്ക് കേട്ടോ. താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഇത്? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു. ഇത് മൂന്നെന്താണ്? അസ്ഥികൂടത്തിൻ്റെ ധർമ്മമാണ് അല്ലേ. ഊർജ്ജം നൽകുന്നത് വരുന്നുണ്ടോ? ഇല്ല അല്ലേ. നെക്സ്റ്റ്, ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ബോൾ ആൻഡ് സോക്കറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അസ്ഥിയുടെ ഒരറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. വിജാഗിരി സന്ധി എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. പിവട്ട് സന്ധി എന്ന് വെച്ചാൽ എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? വൈറ്റമിൻ സിയും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഫുട്ബോൾ കളിക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ് കൈക്കൊടിവ് പറ്റിയെങ്കിൽ എന്താണ് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്? നമ്മൾ സ്പ്ലിൻറ്റ്, അല്ലെങ്കിൽ സ്പ്ലിൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വല്ല പലകൊക്കെ ആയിരിക്കും. പലക അല്ലെങ്കിൽ ലോഹം കൊണ്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒരു പലക വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് നേരെ കൈ നക്കാണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക അല്ലേ. അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.